ക്രിസ്തയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തിരുവാങ്കുളം ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു നാഴികക്കല്ലിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ നട്ടുനനച്ച ആത്മീയ ചൈതന്യം ഇന്ന് ഒരു വൻമരമായി പന്തലിച്ചു നിൽക്കുന്നു. ഈ ശതാബ്ദി വർഷം നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുതിയ പാതകൾ വെട്ടിത്തെളിച്ച വർഷമായിരുന്നു. ഈ സന്തോഷം നമുക്ക് ഏവർക്കും ഒത്തുചേർന്ന് ആഘോഷിക്കാം. ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന തിരുമേനിമാരെ, വൈദികരെ, വിശിഷ്ടാതിഥികളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ശതാബ്ദി പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാം നടപ്പിലാക്കിയ വിവിധ ശതാബ്ദി പദ്ധതികളെക്കുറിച്ച് അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇടവകാരി അത് സൂചിപ്പിക്കുന്നതിനാൽ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം വരുന്ന ഇമ്മാനുവേൽ മാർത്തോമാ പള്ളി 100 വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞ ജൂൺ 15 തുടക്കമിട്ട ശതാബ്ദി ആഘോഷം ഇന്ന് സമാപിക്കുകയാണ്. അനവധി പ്രോഗ്രാമുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തിരുവാങ്കുളം ദേശത്തിന് വിളക്കായി പരിരസിക്കുവാൻ നമ്മുടെ പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എളിയതും ബലഹീനവുമായ ആരംഭമായിരുന്നു ഇതിന്. എന്നാൽ എല്ലാ അരിഷ്ടതകളെയും അതിജീവിച്ച് മാനമുട്ടയെത്തുന്ന വലിയ വൃക്ഷമായി മാറുന്നതുപോലെ 1926 സാധാരണ രീതിയിൽ ആരംഭിച്ച ഈ ഇടവക ഇന്ന് അനേകർക്ക് ആശ്വാസ കേന്ദ്രമായി തീർന്നിരിക്കുന്നു. ദൈവാശ്രയത്തിൽ, പരസ്പര സ്നേഹത്തിൽ, ദൈവ സ്തുതിയോടെ ഈ ആലയം ശതാബ്ദികൾ ഇനിയും ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയപരിധി മൂലം എൻ്റെ കടമയായ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഈ സമാധാന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി റവറൻ തോമസ് പി കോശി അച്ഛനാണ്. ഔപചാരികതയുടെ പേരിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നിർവഹിക്കുന്ന മാർത്തോമാ സഭയുടെ അനുഗ്രഹവും അഭിമാനവുമായിരിക്കുന്ന അഭിമന്യ യുഗാക്കിമാർക്കുള്ള സഫറുകൾ മെത്രാപ്പോലീത്തായാണ്. തിരുമേനി നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയാണെന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനമാണ്. അഭിമന്യ പിതാവിനെ ഏറെ ആദരവോടും വിനയത്തോടും ഇന്ന് ഇമ്മാനുവേൽ ഇടവകയുടെ ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഡയറക്ടർ പ്രകാശനം ചെയ്യുകയും അനുഗ്രഹ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന ഓർത്തഡോക്സ് സഭയുടെ അർദ്ധമാനി ഭരണാസനത്തിന്റെ മെത്രാപ്പൊലിത്ത അഭിമന്യ യൂനോൻ പോളികാർപ്പോസ് മെത്രാപ്പൊലിത്തായെ ഏറെ ബഹുമാന പുരസ്സരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയുടെ കൂടെ എബി അച്ഛനും വന്നിട്ടുണ്ട്. എബി അച്ഛനെയും സ്വാഗതം ചെയ്യും. കുറഞ്ഞ നാളുകൾ കൊണ്ട് വികസനത്തിന്റെ ആരംഭം സമസ്ത മേഖലകളിലും തുടക്കം കുറിച്ചിരിക്കുന്ന ആദരണീയനായ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ ദേശത്തിന്റെ എം പിയാണ്. എന്നാൽ എത്താൻ സാധിക്കാത്തതിൽ ഖേദമറിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പുതിയ ചെയർമാൻ അഡ്വക്കേറ്റ് PL ബാബു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയുന്നു. ഇന്ന് അദ്ദേഹം ഇടവകയുടെ സെന്റിനറി ക്ലോക്ക് റിലീസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഭദ്രാസനകാരി ജനറൽ വെരി റവറൻഡ് ഡോക്ടർ സാംസൺ M ജേക്കബ് അച്ഛന്റെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതാണ്. ഇടവകയിൽ തയ്യാറാക്കിയ ബൈബിൾ കൈയെഴുത്ത് പ്രതി പ്രകാശനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഇടവകയുടെ മുൻപ് വികാരിമാരായ വെരി റവറൻഡ് ഡാനിയൽ തോമസ് അച്ഛൻ നമുക്ക് നാളെ ഇടവക ദിനത്തിലും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഡൽഹിയിൽ നിന്ന് എത്തിയിരിക്കുന്നു. അച്ഛനെയും കൊച്ചമ്മയെയും വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
റവറൻ സൗമ്യത്തി വരീസച്ചൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. മുൻ വികാരിമാരെ പ്രതിനിധീകരിച്ച് ആശംസകൾ അറിയിക്കുന്ന റവറൻ മിനോയൻ കുരുവിളി അച്ഛനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. കൂടാതെ കേരള ക്രൈസ്തവ ചരിത്രത്തിലെ പ്രധാന ദേവാലയമായ കരിങ്ങാക്കര സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രലിലെ റവറൻ ഫാദർ ലിജോ ജോർജ് അച്ഛനെ വളരെ ബഹുമാനപുരസരം സ്വാഗതം ചെയ്യുന്നു. സെന്ററിലെ പട്ടക്കാരുടെ പ്രതിനിധിയായി ആശംസകൾ അറിയിക്കുന്ന വൈറ്റില മർത്തോമ ഗൈഡൻസ് സെന്റർ ഡയറക്ടർ റവറൻ ഡോക്ടർ വരീസ് കെ എബ്രഹാം അച്ഛനെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യും. അതിഥികളായി പങ്കെടുക്കുന്ന സെന്ററിലെ വൈദിക ശ്രേഷ്ഠർ റവറൻ തോമസ് കെ മാത്യു അച്ഛൻ, മിസ്റ്റർ കുരുവിള മാത്യു, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയോസൻ സെക്രട്ടറി തൃപ്പൂണിത്തുറ ഇമാം എബ്രാഹിം സംബന്ധിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വാർഡ് കൗൺസിലറായിരിക്കുന്ന ശ്രീ CS സാജി, നമ്മുടെ ഇടവാംഗവും മർത്തോമ സഭാ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് ജെസി ജോർജ്, കൂടാതെ ശതാബ്ദിയുടെ വിവിധ പ്രോഗ്രാമുകൾ വിജയകരമാക്കുവാൻ എത്തിച്ച ശതാബ്ദി കൺവീനർ ശ്രീ ബിനു സാം ജോൺ, സബ് കമ്മിറ്റി കൺവീനേഴ്സ്, കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സമിതി, ഇടവക ചുമതലക്കാർ, വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ, ഗായക സംഘം, ഇതര ഇടവകയിൽ നിന്നുള്ള ശ്രേഷ്ഠ സഹോദരന്മാർ, കൂടാതെ ദൂരത്തും ചാരത്തും നിന്നും വന്നിരിക്കുന്ന ഇടവജനങ്ങൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ സുരേഷ് ബാബു മാതൃഭൂമി മുൻ റിപ്പോർട്ടറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയത്തിന്റെ ആഘോഷമാണ്. ഇത് ഇനിയും തുടരും. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേരുന്നതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സ്വാഗതം ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.